ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയാതെ അവൾ എന്തിനാ ഇങ്ങനെ കൊണ്ടു നടന്നേ? അതല്ലേ അവൾ ഇങ്ങനെ തകർത്തത്? ഒരിത്തിരി ദയ അവളോട് കാട്ടേണ്ടിയിരുന്ന സന്ദർഭത്തിൽ ഒന്നും ആരും കാട്ടിയില്ല. മഹാപാപങ്ങൾ എന്തൊക്കെ ചെയ്ച്ചെന്നെ കൊണ്ട് എവിടെ മുങ്ങിയാലാണ്, ഏത് ദേവരെ തൊഴുതാലാണ് എനിക്ക് മോക്ഷം കിട്ടുക? ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ചക്കൻ 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 ചാഞ്ചാട് ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ഞി ചരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ചാഞ്ചാ. എങ്ങനെയുണ്ടിപ്പോ? അങ്ങനെ തന്നെ, മരുന്നൊന്നും മുടക്കണില്ല. ദിവസം കഴിയുന്തോറും കൂടുതൽ സൈലന്റായി വരിക. കുറെ കൂടി നല്ല ഡോക്ടേഴ്സിനെ ആരെയും കാണിക്കണം. അതിനുവേണ്ടി കുറച്ചു ദൂരം പോയേണ്ടി വന്നാലും. തെണ്ടിയിട്ടോ പെറുക്കിയിട്ടോ എന്നറിയില്ല, ചെയ്യാവുന്ന എന്തും ചെയ്യും ഞങ്ങളുടെ കുട്ടിയെ. ഞങ്ങൾ വന്നത് ഒരപേക്ഷയായിട്ടാണ്. കൊണ്ടുപോയിക്കോട്ടെ, പണം കൊടുത്ത് നേടാവുന്ന എന്ത് ചികിത്സയും ചെയ്യിപ്പിക്കാം. മനസ്സിന്റെ ആ കലമ്പല് മാറി പഴയ ഭദ്രയായി മാറുന്ന കാലത്ത് എന്നെ വിട്ട് പോവില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ മാത്രം എനിക്ക് തന്നേക്കോ. ചെയ്യണ പ്രവൃത്തിക്ക് പ്രതിഫലമായിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവളെ. അതുകൊണ്ട് ചോദിക്കുക. അന്ന് മറുത്താണ് ഭദ്ര പറയുന്നതെന്ന് വെച്ചാൽ നിറഞ്ഞ മനസ്സോടെ തന്നെ തിരികെ കൊണ്ടുവരും ഞങ്ങൾ. മോളെ, നീ അവളെ ഒന്ന് വിളിക്കേ. എന്റെ ചെറിയമ്മയ്ക്ക് ഇങ്ങനൊരു തുടർച്ചയായി ഇവള് മാറുകയെന്ന് പറഞ്ഞ സഹിക്കില്ല ഞാൻ. ഇനി ഇത് കുട്ടിക്ക് വേണ്ട. നാളും പക്കം അറിയില്ല, ശുഭമുഹൂർത്താണോന്നും നിശ്ചയമില്ല. ഇതാ ഞാനോട്ട് ഏൽപ്പിക്കുക എന്റെ പെങ്ങളെ. ഒരു കാർ മൂടിയ മങ്ങലേ ഉള്ളൂ, അത് തെളിയും ഉറപ്പാ. അത്രയ്ക്ക് നല്ലവളാ എന്റെ ഭദ്ര. കാണാൻ കഴിയാത്ത ദൈവങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്നത് സത്യമാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഒരു നാൾ നമ്മുടെ ഭദ്ര. പിന്നെ വേനലും മഴയും മാറി മാറി വന്നുപോയ ശേഷം അകലെ ഒരിടത്ത് ഒരു തണുത്ത പകലിൽ കാലത്തിന്റെ മിഴി രണ്ടിലും ഇങ്ങനെ തെളിയുന്നു.
എന്താ പ്രശ്നം? പറയാൻ ഇപ്പൊ സൗകര്യമില്ല. ദേ ദേവു, 350 കിലോമീറ്റർ തറ തൊടാതെ പറന്നു വരെ ഞാൻ. അത്രയ്ക്ക് വലിയ അന്തരീക്ഷം നടന്നിട്ട് തോന്നി ചേച്ചിയുടെ ഫോൺ കോൾ കിട്ടിയപ്പോ. എന്താ കാര്യം എന്ന് പറ. അകത്തെ മുറിയിൽ നിന്റെ ഭാര്യ കിടപ്പുണ്ട്. അവക്ക് എന്ത് പറ്റി? അത് അവളോട് പോയി ചോദിക്ക്. ചേടാ, ഇതെന്ത് ടൈപ്പ്? സമയം കളയാതെ വേഗം ഓടി ചെല്ലടാ കിട്ടണ. അവള് നിന്നെ കാത്തിരിക്കുക. ഏയ്, എന്താ? ഒന്നുമില്ല. ഇതെന്തോ രോഗമാണ്. ഭദ്രേ, ചേച്ചി പറഞ്ഞോ? ഇല്ല. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയൂട്ടോ. എന്ത് തന്നെയായാലും നേരിടാൻ തയ്യാറായിട്ടാ ഞാൻ ഇരിക്കണേ. തയ്യാറായിക്കോളൂ. കുറച്ചു നാളൂടെ ഒരു മോനെയോ ഒരു മോളെയോ സ്വീകരിക്കാൻ. സത്യം? ഓമനേ തങ്കമേ അരികിൽ വരികൻ പ്രണയ